ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, പൗലോസ് ചോദിക്കുന്ന ചോദ്യം, കോടതിക്ക് പോകുമ്പോൾ, വഴക്കിന് പോകുമ്പോൾ, പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട വക്കീലിനെ കൊണ്ട് കോടതി കയറുമ്പോൾ നിങ്ങളിൽ ഒരുത്തനില്ലയോ ഇത് തെറ്റാണെന്ന് പറയാൻ? കേസും കോടതിയും വഴക്കും ഒന്നും പുതിയ നിയമസഭയ്ക്കില്ല. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച്, ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തമ്മിൽ പുറത്തും ക്ഷമിച്ചും പോകണം. അതിനുള്ള ഉപദേശം പറയാൻ ഒരുത്തനും ഇല്ല. ഇതിലെ ഒരുത്തനും ഇല്ല. എല്ലാവരും കാശുണ്ടാക്കാൻ നടക്കുക, കസേരയ്ക്ക് നടക്കുക, ഇലക്ഷൻ നടക്കുമ്പോൾ പണം പിടുങ്ങാൻ നടക്കുക, ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ കാശടിച്ചു മാറ്റാൻ നടക്കുക. ജനറൽ കൺവെൻഷൻ നടത്തുന്നത് തന്നെ കാശടിക്കാനാ. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഞാനൊന്നും പൊളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കും? സൗര ഹലോ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും എന്ന് പറ. എന്താ കുഴപ്പം? തന്നെ പേടിയുണ്ട്. നരകത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദാസന്മാർ പറയുന്ന ഉപദേശം നമ്മൾ ചെവി കൊടുക്കുക. ശരിക്കും ചെവി കൊടുക്കുക. അതാ നല്ലത്. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. അവർ കണ്ടത്, അവർ കേട്ടത്, അവർ തൊട്ടത്, അവർ നോക്കിയത് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനറിയിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. അപ്പം നമുക്കും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ എങ്ങനെ ഉണ്ടാകും? പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടായിരുന്ന ആദിമ അപ്പോസ്തലന്മാർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ ഉപദേശങ്ങളും സത്യങ്ങളും നമ്മളോട് അറിയിക്കുമ്പോൾ, അത് നമ്മൾ കേട്ടനുസരിക്കുമ്പോൾ നമുക്ക് ആരോട് കൂട്ടായ്മ ഉണ്ടാകുന്നു? അപ്പോസ്തലന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അവർ മരിച്ചുപോയെങ്കിലും, അവർ കാല യവനികയ്ക്കുള്ളിൽ പോയെങ്കിലും അവരോടൊരു കൂട്ടായ്മ നമുക്കുണ്ടാകുന്നു. അതിനേക്കാൾ ഉപരി പിതാവിനോടും പുത്രനോടും ഒരു കൂട്ടായ്മ നമുക്കുണ്ടാകും. എത്ര മനോഹരമാണ് ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ. സത്യത്തിൽ ഇന്നിവിടെ എന്താ നമ്മൾ പ്രസംഗിക്കണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഈ ലേഖന ഭാഗം എൻ്റെ ഹൃദയത്തിൽ കയറി വന്നു. ഈ ലേഖനം നിങ്ങളും അറിയാത്തവരല്ല ഈ കേട്ടോണ്ടിരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാ. പക്ഷെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുക ചെയ്യുന്നു. പത്രോസ് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നവരാ. പ്രത്യേകിച്ച് വചനത്തിൻ്റെ വെളിപ്പാട് മറക്കുന്നത് വിശ്വാസിയുടെ ഒരു പതിവാണ്. മറക്കാൻ പാടില്ല. ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ എനിക്ക് വലിയ മറവിയുള്ള ആളാണ്. കണ്ണിൽ കണ്ണാടി വെച്ചിട്ട് കണ്ണാടി അന്വേഷിച്ച് നടക്കുന്ന രീതി വരെ ഇന്നാളെ കണ്ട് ഒരു പ്രാവശ്യം ഉണ്ടായെന്ന് തോന്നുന്നു. ചാവി പോക്കറ്റ് ഇട്ടുകൊണ്ട് ചാവി അന്വേഷിച്ച് നടക്കുക, മറവിയാ. പക്ഷേ ആത്മീയ വിഷയത്തിൽ വരുമ്പോൾ ആ മറവി നമുക്ക് പാടില്ല. വചനങ്ങൾ കേൾക്കുക, കേൾക്കുന്നത് അനുസരിക്കുക. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു കർത്താവ് വന്നപ്പോൾ മറിയ ചെയ്തത് എന്താ? കാൽക്കലിരുന്ന് ദൈവവചനം ഇട്ടുകൊണ്ടിരുന്നു. കർത്താവ് അവളെക്കുറിച്ച് എന്താ പറഞ്ഞത്? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണാവോ നല്ല അംശം? ആ വചനം കേട്ട് അവൾ അനുസരിക്കാനായിട്ട് അവളെ സമർപ്പിച്ചതാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം. നമ്മൾ എന്തൊക്കെ ചെയ്താലും, ലോകരാജ്യങ്ങൾ മുഴുവൻ ടൂറടിച്ചു പോയി കണ്ടാലും, ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങൾ കാണുന്നത് ചിലരുടെ ഒരു ഒരു ഹോബിയാണ്. ഞാൻ അവരോട് പറയുന്നത് എന്താണെന്നറിയാം, പുതിയ യെരൂശലേമിലേക്ക് പോകാൻ നിങ്ങൾക്ക് യോഗമില്ലെങ്കിൽ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി നിങ്ങൾ കാണണം. നിശ്ചയമായിട്ടും കാണണം. എൻ്റെ മനോഹാരിത അനുഭവിക്കണം. നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെങ്കിൽ പോയി കാണണം. അമേരിക്കയുള്ളത് പോയി കാണണം. ജപ്പാൻ്റെ പുരോഗതി നമ്മൾ പോയി കാണണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ ആ വളർച്ചകൾ നമ്മൾ കാണണം. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം പുതിയ നിയമ യെരൂശലേമിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ അവസാന അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ പുതിയ യെരൂശലേമിൻ്റെ മനോഹാരിത, രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ പട്ടണത്തിൻ്റെ മനോഹാരിത ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനോളം വെല്ലാൻ ഒരു പട്ടണവും ഇന്ന് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. പാവനമാം പട്ടണത്തിൽ ആര് കിടന്നിടും? പാപമറ്റ ജീവിതം നയിച്ചവരിൽ നിന്നൊക്കെ കിടന്ന് പാടും. ആ പട്ടണത്തിലോട്ട് പോവുമോ? അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ പരിലസിക്കുന്നു. എനിക്ക് ആ പാട്ട് അറിയത്തില്ല, മറന്നുപോയി. മുത്തിനാൽ നിർമ്മിതമായ പട്ടണം, സ്വർണ്ണപ്പാളികകൾ ഉണ്ടാക്കിയ പട്ടണം, മനോഹരമായ പട്ടണം. ലോകത്തിൽ ഒരു മനുഷ്യനും, മനുഷ്യനായി പിറന്നവൻ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഭംഗിയുള്ള വിശുദ്ധമായ ആ പട്ടണം എത്ര മനോഹരമായ നിലയിൽ യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് കാണിച്ചു കൊടുത്തു. ഈ ലേഖനം എഴുതിയ അതേ യോഹന്നാൻ തന്നെ അത് മനോഹരമായി വിവരിച്ചു വെച്ചിട്ടുണ്ട്. അത് വായിച്ചു പഠിച്ച് അനുസരിച്ച് ആ പട്ടണത്തിലേക്ക് പോകാനാണോ നമ്മുടെ ശ്രമം? അല്ല ഇവിടെയുള്ള വലിയ വലിയ പട്ടണങ്ങൾ കണ്ട് സന്തോഷിച്ച് സുഖിച്ച് നരകത്തിലോട്ട് പോകുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണോ നമ്മളെന്ന് ഇന്ന് പൽക്കാലം ആത്മപരിശോധന നടത്തുക. ചിലർക്ക് എപ്പോൾ നോക്കിയാലും ടൂറാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ടൂറിന് വേണ്ടി ചിലർ ചെലവഴിക്കുന്നത്, മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ. ആ കാശ് വല്ല പാവം പിടിച്ചവർക്ക് കൊടുക്കുക സൗകര്യങ്ങളെ. അവർ കൊണ്ടുപോയി ജീവിതത്തിൽ വീട് വെക്കുകയോ കൊച്ചിനെ കെട്ടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. സ്വത്രം ഞങ്ങൾക്കാർക്കും വേണ്ട. പാവം പിടിച്ചവർക്ക് കൊടുക്കുക, കണ്ടുപിടിച്ച് കൊടുക്കുക, സെർച്ച് ചെയ്ത് കൊടുക്കുക. എത്രയോ സഭകളിൽ വിവാഹത്തിന് പ്രായമെത്തിയിട്ട് കല്യാണം കഴിച്ചു വിടാൻ പറ്റാത്ത അവസ്ഥ ഇപ്പുണ്ട്. എത്ര പേര് വാടക വീടുകളിൽ കിടപ്പുണ്ട്. എത്രയോ പേര് അന്നത്തിന് വകയില്ലാതെ കിടപ്പുണ്ട്, മരുന്നിന് കാശില്ലാതെ കിടപ്പുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയേ, എത്രയോ ലോക മനുഷ്യർ പാവങ്ങളെ സഹായിക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ട് നമ്മൾ. ഇത്ര മനോഹരമായ നിലയിൽ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, വീടില്ലാത്തവർക്ക് വീട്, മുച്ചക്രമില്ലാതെ കിടന്ന് റോഡിൽ കൂടി നടന്നു പോകണ കണ്ടപ്പോൾ അവന് മുച്ചക്രം കൊടുക്കുന്നു. പെന്തക്കോസ്തുകാരുടെ കണ്ണിൽ ഇതൊന്നും കാണുന്നില്ലേ? ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക ഭാഷ, അതുകൊണ്ട് ഞങ്ങൾ ആ അനുഗ്രഹിച്ചോ, കുഴപ്പമില്ല. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ജീവിച്ചോ. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്തിനാണ് കൂട്ടായ്മ? എന്താണ് കൂട്ടായ്മ? പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെയാണ് നടക്കുന്നത്? കൂട്ടായ്മ എന്നുള്ളത് എന്താണ്? ഒരു ഫെലോഷിപ്പ് എന്നുള്ളത് എന്താണ്? പിതാവും പുത്രനുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പാണ് യഥാർത്ഥ ഫെലോഷിപ്പ്. ഇന്നിപ്പോൾ സഭകളിൽ കൂടി വരുമ്പോൾ അവിടെയൊന്നും ഫെലോഷിപ്പ് ഒന്നും കാണുന്നില്ല. കാരണം ഒരു 19 പേരോ 100 പേരൊക്കെ വന്ന് തമ്പേരൊക്കെ അടിച്ച് കുറേ ബഹളം വെച്ച് ഒരു സങ്കീർത്തന ശീലമൊക്കെ വായിച്ച് കുറേ ഡപ്പാങ്കുത്ത് പാട്ടുമൊക്കെ പാടി കിടന്ന് തുള്ളിച്ചാടുന്നത്, ഇതൊന്നും കൂട്ടായ്മ അല്ലവേ അല്ല. ഇതൊന്നും കൂട്ടായ്മയായിട്ട് ആരും കാണരുത്. ശാന്തമായിട്ട് നിന്റെ മുറിയിൽ കയറി പ്രാർത്ഥിച്ച് കണ്ണടച്ച് ധ്യാനിച്ച് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ പരിപാവനമായ ഈ പഥ്യവചനം, പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് പിതാവും പുത്രനുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ആ ഉപദേശപ്രകാരം നമ്മൾ വരുന്നെങ്കിൽ അതാണ് കൂട്ടായ്മ. അങ്ങനെ ഉള്ളവരുമായിട്ട് കൂടുന്ന കൂട്ടായ്മ. പാപം ചെയ്ത് അന്യപ്പെട്ട് വചനവസ്തുക്കളൊന്നും പാലിക്കാതെ യാതൊരു ജീവിതത്തിൻ്റെ വിശുദ്ധിയോ വേർപാടൊന്നും ഇല്ലാതെ ലോകസ്നേഹത്തിൽ മുഴുകിക്കിടക്കുന്ന ഒരു പറ്റം ആൾക്കാർ വന്നിടത്ത് കുറേ പാട്ടുപാടി ബഹളം വെച്ചാൽ അത് കൂട്ടായ്മയല്ല, അത് ലോകപ്രകാരമുള്ള കൂട്ടായ്മ. അതൊന്ന് ആത്മീയ കൂട്ടായ്മയായിട്ട് കാണാൻ പാടില്ല. ഇവിടെ എഴുതിയേക്കുന്ന അങ്ങനെയാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നൊരു ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. അതിൻ്റെ 2:6 വാക്യം വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. സ്തോത്രം. എത്ര മനോഹരമായ നിലയിൽ എഴുതി വെച്ചിരിക്കുക. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. എന്നിട്ട് അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ, അതാ കൂട്ടായ്മ. ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ കൂട്ടായ്മകളൊക്കെ വെറുതെ കൂടി വന്ന് കുറെ ബഹളം വയ്ക്കുക. ഇടയ്ക്കൊരു പാസ് പറയണ്ടായി, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആംപ്ലിഫയർ പോരാ, കുറച്ചുകൂടി ഹെവി വേണം. ബോക്സും ആംപ്ലിഫയറൊക്കെ ലൈറ്റായിപ്പോയി.
കാരണം ഒച്ച വെക്കാൻ വേണ്ടി, ബഹളം വെക്കാനെന്ന്. ഞങ്ങളുടെ അടുത്തൊരു ചർച്ചുണ്ട് ഇവിടെ, ടാബർനാക്കിൾ എന്നുള്ള ചർച്ച്. ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നു. ഇത് പാട്ടിൻ്റെ ആളാണ്, പാട്ടും കള്ളപ്രവചനവും. കാരണം എനിക്ക് ആ വചനം കൊണ്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പറയും. ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് പാട്ട് കാണാതെ ഈ ആംപ്ലിഫയറിൽ വന്നിട്ട് സൗണ്ട് വോളിയം കൂട്ടി വെക്കുക. പുള്ളികൾ ഒച്ച എടുക്കണം കിടന്ന്. ഒച്ചയും ബഹളവുമാണ് കൂട്ടായ്മ. ഒച്ചത്തിൽ പാടുന്നതാണ് കൂട്ടായ്മ. ഒത്തിരി പേര് കൂടി വന്ന് കിടന്ന് കൈയടിച്ച് ബഹളം വെക്കുന്നതാണ് കൂട്ടായ്മ. അതൊക്കെ ചെറിയ ബഹളങ്ങളാണ്. ഞാൻ അതിന് കൊടുക്കുന്ന പേര് അന്തരീക്ഷ മലിനീകരണം, ശബ്ദത്തിന്റെ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ. ഇവിടെ ബൈക്കൊക്കെ പുള്ളിയിൽ ഇപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം. ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ അവർ കാണുന്ന മാനദണ്ഡം അനുസരിച്ച് പോകാതെ അതിൽ വ്യത്യസ്തപ്പെട്ട് കഴിഞ്ഞാൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അങ്ങനത്തെ കാലമായി. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. പുകയിൽ മലിനം വരാൻ പാടില്ല. വണ്ടിയിൽ കൂടി പുറപ്പെടുന്ന പുകയ്ക്ക് അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നതൊന്നും പാടില്ല. നല്ല ശുദ്ധിയുള്ള പുകയായിരിക്കണം പോകാൻ. ദൈവമക്കൾക്ക് എത്ര പേരുണ്ട് വിശുദ്ധി വേർപാട്? വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. കർത്താവ് പറയുന്ന, ഇസ്രായേലിനോട് പറഞ്ഞതാ, പുതിയ നിയമസഭയോടും പറയുന്നത് അത് തന്നെയാ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എത്ര പേര് ശുദ്ധീകരണത്തോടെ ദൈവത്തിലായിരിക്കുന്നു? എത്ര പേര് വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിനെ ആരാധിക്കുന്നു? ലോകത്തിന്റെ സ്നേഹം അശുദ്ധിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, കൂട്ടായ്മ എന്നുള്ളത് അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. എന്താണ് അവന്റെ കൂട്ടായ്മ? കർത്താവിൽ വേരൂന്നണം. ഈ വേരൂന്നെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിൽ ആശ്രയിക്കുക. ഒരു വിഷയം വരുമ്പോൾ കിടന്ന് ചക്രശ്വാസം വലിക്കാതെ ആ വിഷയം ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കുക. അവനിൽ വേരൂന്നുക. ഒരു വൃക്ഷം ഭൂമിയുടെ അടിയിലേക്ക് വേരൂന്നി ആ വൃക്ഷത്തിന് ജീവിപ്പാൻ ആവശ്യമായ ലവണങ്ങളും വെള്ളവും വളങ്ങളും ആ വേര് വലിച്ചെടുക്കുന്നത് പോലെ ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ ചെറുതും വലുതുമായ വിഷയങ്ങൾ ദൈവസ്ഥിരത പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതിനെയാണ് അവനിൽ വേരൂന്നു എന്ന് പറഞ്ഞത്. ചുമ്മാ എന്തെഴുതി വല്ലതൊക്കെ വല്ലതെന്നൊക്കെ വിളിച്ചു പറഞ്ഞാലൊന്നും ഉപദേശമാകത്തില്ല. അവനിൽ വേരൂന്നണം, കർത്താവിൽ ആശ്രയിക്കണം. ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കണം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം, കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. നമുക്കത് കഴിയുന്നുണ്ടോ? നമുക്കതിനുള്ള വിശ്വാസമുണ്ടോ? നമുക്കതിനുള്ള പ്രത്യാശയുണ്ടോ? ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് ഈ ദൂത് നമ്മളെ മുൻപോട്ട് നയിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചപ്പടി വിദ്യകൾ കൊണ്ടൊന്നും നമുക്ക് ദൈവസന്നിധി ചെല്ലാൻ പറ്റത്തില്ല. ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ഓർക്കണം. കർത്താവിൽ ആശ്രയിക്കാതെ, കർത്താവിൽ നിന്ന് പ്രാപിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തെന്ന്. ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൂതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നേ. എനിക്ക് ഏതെങ്കിലും ഒരു ഭാഗം തിരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ച്, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണം ഒരു സന്ദേശം, ഒരു വചന വെളിപ്പാട്. അതാണ് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൽ വേരൂന്നാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവിൽ വേരൂന്നുന്നത് തന്നെ എന്തിനാ? ഒന്ന് പറഞ്ഞേ മറുപടി. എന്തിനാ കർത്താവിൽ വേരൂന്നുന്നത്? അവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത്? വായിച്ചേ. അവനിൽ വേരൂന്നി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അല്ല, നിൽക്കട്ടെ, വായിച്ചു മറിച്ചു കളഞ്ഞ ഭാഗം. കൊലോസ്യ ലേഖനം 2:7 അവനിൽ വേരൂന്നി. അതിന്റെ കാര്യം കർത്താവിൽ ആശ്രയിക്കുന്നത് ചക്ക മാങ്ങയും തേങ്ങയും തരാനല്ല, മീൻ കിട്ടാനല്ല, വല കിട്ടാനല്ല, വള്ളം കിട്ടാനല്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. കർത്താവിൽ ആശ്രയിക്കുന്നത് കർത്താവിൽ നിന്ന് പ്രാപിക്കാനാ, ആത്മവർദ്ധന പ്രാപിക്കാനാ. ഇത് കർത്താവിൽ ആശ്രയിക്കുന്നവര് ആത്മീയ വർധനവും
ആത്മീയ വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര വിശ്വാസികളുണ്ടെന്ന് എൻ്റെ ചോദ്യം. എത്ര പെന്തക്കോസ്തുകാരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. എല്ലാവരും ഒക്കെ കർത്താവിൽ ആശ്രയിക്കുക. ഒരു ചെറിയ വിഷയം വരുമ്പോൾ ആയിരുന്നു ഉപവസിച്ചോളുക, പ്രാർത്ഥിച്ചോളുക. ചിലരൊക്കെ പഴയ കാറ് മാറ്റിയിട്ടൊരു പുതിയ കാറിന് വേണ്ടി ഇരുന്ന് ഉപവസിക്കുക. കാറ് ദൈവം ഇറക്കി തരുമെന്നാണ് പറയണത്. പക്ഷെ എന്തൊരു പ്രാർത്ഥനയുടെ ഇത്! ഒരു വിഷയം വരുമ്പോൾ ഒരു സാധനം വാങ്ങാൻ നേരത്ത് അതിനു വേണ്ടി ഇരുന്ന് ഉപവസിക്കുക. ഞാനൊന്നും ചെയ്യാറില്ല. പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു ആ വിവരം കിട്ട പ്രവൃത്തികൾ. ഒരു വാഹനം വാങ്ങുക, കയ്യുണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ വാഹനം വാങ്ങുക. ഒരു വീട് വെക്കണോ, കയ്യിൽ കാശുണ്ടെങ്കിൽ വീട് വയ്ക്കുക, ഇല്ലെങ്കിൽ വാടക വീട്ടിൽ കിടന്നിരിക്കുക. എന്താ കുഴപ്പം? വല്ലവൻ്റെ അടുത്തും മേടിച്ച് അവിടെ തിരിച്ച് ഇവിടെ തിരിച്ച് മറിച്ച് അവസാനം ഉണ്ടാക്കിയിട്ട് അവൻ ചോദിക്കാൻ നേരത്ത് കാശില്ല. പിന്നെ വഴക്ക്, കോടതി, കേസ്. കർത്താവ് എന്താ പറഞ്ഞത്? ഒരു വീട് പണിയാൻ നേരത്ത് നിന്റെ കയ്യിൽ അത് തീർക്കാനുള്ള വകയുണ്ടോ നോക്കുകയില്ലയോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പണിയും, ഇല്ലെങ്കിൽ പകുതി തീർത്തിട്ട് പകുതി കമ്പി ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ അയൽവക്കക്കാർ ചോദിക്കും, എന്തായി പണി തുടങ്ങിയിട്ട് തീർത്തില്ലേ? കാശൊന്നും ഇല്ലാതെ പോയി. അപ്പോൾ അവർ പറയും, നാണം കെട്ടവനെ പിന്നെ എന്തിനാ ഈ പണിക്കിറങ്ങിയെന്ന് ചോദിക്കില്ലേ? അതാ കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞതിന് പുല്ലുവലയില്ലേ? ഒരുത്ത യുദ്ധത്തിന് വരുമ്പോൾ ആ യുദ്ധത്തിന് വരുന്നവൻ 50,000 ആൾക്കാരുമായിട്ടാണ് വരുന്നത്. അവനെ എതിരിടാനായിട്ട് എനിക്ക് 1,00,000 സൈന്യം എൻ്റെ കയ്യിലുണ്ട്, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എങ്കിൽ മാത്രമേ അവനുമായിട്ട് യുദ്ധത്തിന് കൈ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ സറണ്ടർ ചെയ്യണം, ഞങ്ങളോട് യുദ്ധമൊന്നും ചെയ്യണം, നമുക്ക് സമാധാനത്തിൽ പോകാമെന്ന് പറയണം. അല്ലെങ്കിൽ അവൻ അടിച്ച് പൊളിച്ചു കളയവൻ നമ്മളെ. മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ബുദ്ധി ഉപയോഗിക്കണം. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിൽ വേരൂന്നുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മീക വർധനവിന് വേണ്ടി എന്നാ പൗലോസ് പഠിപ്പിച്ചത്. പൗലോസ് പഠിപ്പിച്ചതിന് പുല്ലുവല. ഇന്നത്തെ പാസ്റ്റർമാർ പറയുന്നത്, എനിക്കറിയാം ഒരു പാസ്റ്ററുണ്ട്, പുള്ളി പ്രാർത്ഥിക്കേയില്ല, വചനവും ധ്യാനിക്കില്ല. ഇന്റർനാഷണൽ പാസ്റ്ററാണ് കേട്ടോ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അറിഞ്ഞ കാര്യമായി പറയുന്നത്. പുള്ളി എങ്ങനെയാ പ്രസംഗിക്കുന്നത്? ലോകത്തുള്ള തിയോളജിയന്മാരെല്ലാം കൂടി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ പുള്ളി യൂട്യൂബിലൂടെ കിടന്ന് സെർച്ച് ചെയ്ത് കേൾക്കും. ആ പാസ്റ്റർ പ്രസംഗിച്ചത്, റൊണാൾഡോ ബോങ്കോ പ്രസംഗിച്ചത്, ബില്ലി ഗ്രഹാം പ്രസംഗിച്ചത്, ആ പാസ്റ്റർ പ്രസംഗിച്ചത്, ഈ പാസ്റ്റർ പ്രസംഗിച്ചത്, അതിൻ്റെ പോയിന്റ് എല്ലാം കൂടി കട്ട് ചെയ്തെടുത്ത് ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന് ഈ ചപ്പൻ ചവറും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്നവർക്ക് ഒരു ഗുണവുമില്ല. അപ്പം അവരെല്ലാം കൂടി പറയാം, പാസ്റ്റർ ഇത് നിർത്ത്, ഈ പ്രസംഗം ഞാൻ കേൾക്കണ്ട. കാര്യം എന്താ? ഒരു ഗുണവുമില്ല. എല്ലാവരും പറയത്തില്ല, എന്നെ പോലുള്ളവർ. എന്ത് കിട്ടിയാലും വെട്ടിപിടിക്കുന്ന ആൾക്കാരാണ് നല്ലൊരു ശതമാനവും ആത്മീയഗോളത്തിൽ. ആരെന്തു പറഞ്ഞാലും അതിന് ചെവി കൊടുക്കുന്ന ഒരു വലിയ ക്രൈസ്തവ ഗോളമാണ് ഇന്നത്തെ ആത്മീയഗോളത്തിൽ കിടക്കുന്നത്. ഒരു പരിജ്ഞാനവും തിരിച്ചറിവും വിവേകവും സുബോധമില്ലാത്ത ഒരു ഗ്രൂപ്പ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായാൽ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിഞ്ഞ് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിച്ചില്ലെങ്കിൽ പാളിഷായി പോകും ക്രിസ്ത്യ ജീവിതം. കർത്താവ് പറഞ്ഞു, കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. കുരുടനെ വഴികാട്ടുക. നമ്മളെ വഴികാട്ടുന്നവർ കുരുടനാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. യശയ്യാപ്രവചനം 3-ാം അധ്യായം എടുത്താട്ടെ, ഒരു വാക്യം വരുന്നത്. എന്താണെന്ന് ആ വാക്യം നോക്കാം നമുക്ക്. ഈ വാക്യം കർത്താവ് ഹൃദയത്തിൽ തന്നു കഴിഞ്ഞാൽ അത് സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ 12-ാം വാക്യം, 3:12. എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഈ കുട്ടികൾ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എൻ്റെ സോര തെക്കും വിളക്കും അറിഞ്ഞുകൂടാത്തവനൊക്കെ പുസ്തകം എടുത്ത് പ്രസംഗിക്കാൻ നടക്കുക. അത് വചനം പ്രസംഗിച്ച് അവരെ അങ്ങ് പീഡിപ്പിക്കുക. അവരെ മനസ്സിലായോ? 3:12 വായിച്ചേ, അന്ന് കാണാമോ? എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. നല്ല കുടുംബത്തിലെ ഒട്ടുമുക്കാലും സ്ത്രീകളാ വായിച്ച വചന വിരുദ്ധമാത്. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. എത്ര ഭയങ്കരമായൊരു വാക്യമാണ്. അവരുടെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. മനസ്സിലായോ?
നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിച്ചു കളയുക. നിന്നെ അവർ തെറ്റിച്ചുകൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാരെ, ഈ വചനം നമ്മൾ മനസ്സിലാക്കണം. ഇത് യെശയ്യാവ് 3:12 നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കയറണം. നടത്തുന്നവർ തെറ്റിക്കുന്നു. സാധാരണ ഭാഷമാർ പറയാറുണ്ട്, ഈ ഉപദേശം പ്രസംഗിക്കാനായിട്ട് ഈ പൂശാന്താടി വെച്ച് തരികയും കൊച്ചു പിള്ളേരെയൊന്നും അനുവദിക്കരുത്, സഭകളിൽ അനുവദിക്കരുത്. അത് പറ്റത്തില്ല. അവരൊക്കെ വേറെ വല്ല പണിക്ക് പോകാൻ പറയണം, അല്ല തൂമ്പ എടുത്തോ വേറെ എന്തെങ്കിലും ജോലി ജീവിക്കാൻ പറയണം. വചനം പ്രസംഗിക്കണമെങ്കിൽ വചനം ദൈവത്താൽ ലഭിച്ചിരിക്കണം, വചനം ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കണം. പിന്നെ അടുത്ത് വചനപരിജ്ഞാനമുള്ള ദൈവദാസന്മാരുടെ കൂടെ നടന്ന് എന്ത് ചെയ്യണം? വചനം പഠിക്കണം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, വചനം ഫലമേൽപ്പിക്കപ്പെട്ട, ഉപദേശം ഫലമേൽപ്പിക്കപ്പെട്ട ദൈവപുത്രന്മാരുടെ കൂടെ നടന്ന് വർഷങ്ങളോളം അഭ്യസിച്ച് വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിഞ്ഞ്, വചനത്തിൻ്റെ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞ്, അത് ആഴത്തിൽ ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിച്ചവരിൽ നിന്ന് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആത്മീക ശുശ്രൂഷകൾ ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? ശിശുക്കൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. ഈ സ്ത്രീകൾ വാടുന്നു എന്ന് പറഞ്ഞാൽ സഭയിൽ സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല, സഭയിൽ പ്രസംഗിക്കാനായിട്ട് സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല. വചനം വിലക്കുന്നു. വെട്ടുമല പാസ്റ്റർ ജോൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഇപ്പോൾ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ലണ്ടനിൽ നിന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. നല്ലൊരു ദൈവദാസനാണ്, അനുഗ്രഹീതനായ ഒരു ദൈവവൃത്തിനാണ്. 2 കാലും പാരലൈസ് ആയിട്ട് വീൽ ചെയറിൽ ഇരുന്നാണ് ആ മനുഷ്യൻ വചനം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു ഒരു സഹോദരി. പാസ്റ്ററെ, ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുക, അതിന് മറുപടി. പല ചോദ്യങ്ങൾ ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. സ്ത്രീകൾക്ക് ശുശ്രൂഷയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വായിക്ക് അദ്ദേഹം പറഞ്ഞത്, നോ, കൂടുതൽ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്. ഇഷ്ടംപോലെ സഹോദരിമാർ ശുശ്രൂഷമായിട്ട് ഇറങ്ങിയിരിക്കുക. സഹോദരിമാരുടെ ഇടയിൽ അവർ പ്രബോധിപ്പിക്കുകയോ പ്രബോധനം പറയുകയൊക്കെ ചെയ്താൽ പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്കങ്ങ് അനുമാനിക്കാം. പുരുഷന്മാരിരിക്കുന്ന സ്ഥാനത്ത്, വലിയ സഭ കൂടി വരുന്ന സ്ഥാനത്ത്, ജനക്കൂട്ടം ഇരിക്കുന്ന സ്ഥാനത്ത്, പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് സഹോദരിമാർക്ക് വചന പ്രഘോഷണം, ദൈവവചനം വിലക്കിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. തിമോഥെയോസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം എടുത്ത് ആ ഭാഗം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം എല്ലാവരും എടുക്കാം. കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തെളിവ് തരാണ്ട് പോകുന്നത് വളരെ മോശമായ കാര്യമാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം തിമോഥെയോസ് 3-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം. 1 തിമോഥെയോസിന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകുന്ന വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. എന്താണ് കാരണമെന്നാണ് അടുത്ത വാക്യം പറയുന്നത്. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അതാണ് എൻ്റെ കാരണം.
ആദ്യം പിശാചിന്റെ കെണിയിൽ വീണതാരാ? സ്ത്രീ. അതൊരു കാരണമായിട്ട് പറയുക. 1 കൊരിന്ത്യർ ലേഖനം 14 അത് വാക്യം വായിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. 1 കൊരിന്ത്യർ 14 അതിൽ കുറെ പ്രസക്തമായ നിലയിൽ കിടപ്പുണ്ട്. അതിൻ്റെ 34 വാക്യം, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സമായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ, ഉചിതമല്ലെന്ന്. ഇതിപ്പോ വചനമൊന്നും ആർക്കും വേണ്ട. ഞാൻ ഈ തിരുവഴുത്താ പറയുന്നത്, എൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പൗലോസ് എഴുതിയ കാര്യം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ല. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നല്ലോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത്. എന്നിട്ടാണ് 37, 38 പറയുന്നത്, താൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഒരുത്തിന് തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പന. അപ്പൊ ഈ എഴുതിയത് എന്താ? കർത്താവിൻ്റെ കൽപ്പന. സ്ത്രീ സംസാരിക്കുന്നത് അനുചിതമല്ലോ എന്നുള്ളത് കൽപ്പന. ആ നിലയിൽ വചനം പഠിച്ചില്ലെങ്കിൽ സംഗതി ആകെ നമ്മൾ കുഴഞ്ഞു പോകും. സ്വതന്ത്രം. അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരിമാരുടെ ശുശ്രൂഷയെ അപ്പോസ്തലന്മാർ വിലക്കിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് കൂട്ടായ്മ ആരോടാ? നിങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് ഞങ്ങൾക്കൂടെ കൂട്ടായ്മ ഉണ്ടായാൽ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. 4 വാക്യം വായിച്ചേ. 1 യോഹന്നാൻ 1:4. നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാനല്ല, പൂർണ്ണമാകുവാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ ഈ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? കൂട്ടായ്മ ബന്ധം ശരിയായിരിക്കണം. മനസ്സിലാവുണ്ടല്ലോ? ഇന്ന് സഭകളിൽ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി. പാട്ടുപാടി ആരാധിക്കുന്നു എന്ന് പറയുന്നു. പാട്ട് ആരാധനയല്ല. ആരാധനയല്ലവേ അല്ല. ആരാധനയെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധനയാണ് ആരാധന. അന്യഭാഷയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതം എന്ന് പറയുന്നത് മർക്കോസ് എഴുതിയ പാട്ടുകളൊന്നുമല്ല, കൊച്ചുഞ്ഞൂദേശി എഴുതിയ പാട്ടുകളൊന്നുമല്ല. ആത്മീയ ഗീതം കർത്താവ് തരുന്ന അന്യഭാഷയിലെ പാട്ടുകൾ, ആത്മാവിലെ ആരാധന, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്ന് പറയുന്ന ഒരു ഭാഷ പറഞ്ഞു. സങ്കീർത്തനം വായിക്കാൻ പുസ്തകത്തിലുള്ളപ്പോൾ നിങ്ങൾ സങ്കീർത്തനം വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചു. ഞങ്ങൾ ഭാഷ സങ്കീർത്തനം എന്നുള്ളതല്ല. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നതിനാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ 150 സങ്കീർത്തനപ്പെട്ടത് അല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? പുള്ളി ബസ്സിൽ മണിയടിക്കുന്ന ആളായിരുന്നു. അതാണ് പാസ്റ്ററായത്. ഇനി മണിയടിക്കുന്ന ആളോട് സഭയിൽ വന്നാലും മണിയടി തന്നെ. അതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മടിയടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ലഘുചികിത്സ, സോപ്പിടുക. ഇതൊന്നും വചനത്തിന് ചേരുന്ന കാര്യങ്ങളല്ലെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എന്തുണ്ടാകണം? മറുപടി പറഞ്ഞേ. കൂട്ടായ്മ ബന്ധം ശരിയായി. പിതാവിനോടും പുത്രനോടുള്ള കൂട്ടായ്മ. എങ്ങനെ കൂട്ടായ്മ ഉണ്ടാകും? അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് അവർക്ക് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടായിരുന്നത് പോലെ നാമും അവർ തരുന്ന ഉപദേശങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വായിച്ച് പഠിച്ച് അനുസരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ബന്ധം ശരിയായി മാറും. ആ കൂട്ടായ്മയുടെ എൻ്റെ അർത്ഥം ആത്മീയ വർധനവ് അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? കൊലോസ്യത്തിൽ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കും. അപ്പോഴാണ് കൂട്ടായ്മ ശരിയാണ്. അവിടെ ആ കൂട്ടായ്മ.
ആത്മീയവർദ്ധനവിലാണ് കൂട്ടായ്മ. അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ആത്മാവിൽ ബലപ്പെടുകയാണ്, ആത്മാവിൽ ശക്തിപ്പെടുകയാണ്. ഓ, രാവിലെ എഴുന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ആത്മാവിൽ ആരാധിച്ചു നോക്കിയേ വിശ്വാസികൾ. നേരെ ചൊവ്വേ ജീവിച്ചിട്ടൊന്നും ആരാധിക്കാം, വല്ലവനെയും കുഴി ചാടിച്ചിട്ടൊന്നും ആരാധിച്ചാലും ഗുണമൊന്നുമില്ല. വിശുദ്ധമായി ജീവിക്കണം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം.